നമസ്കാരം. ഞാൻ പുകയില ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ പുകയില പ്രോഡക്ട്സിൻ്റെയൊക്കെ ഉപയോഗം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും ഈ പുകയില ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടും കുറവ് കാണുന്നില്ല. നമ്മൾ ശരാശരി ഇന്ത്യയിൽ ഇന്ത്യൻ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 28% ആൾക്കാർ, 100-ൽ 28% ആൾക്കാർ പുകയില ഏതെങ്കിലും ഒരു ഫോമിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമ്മൾ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിലൊരു 10% ആൾക്കാർ മാത്രമേ സിഗരറ്റ്, ബീഡി രൂപത്തിലൊക്കെ അത് സ്മോക്ക് ചെയ്യുന്നുള്ളൂ. കേരളത്തിൽ നോക്കിയാൽ അത് 12% ഉള്ളൂ. 12% ആൾക്കാർ പുകയില പല രൂപങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ 7% ആൾക്കാരാണ് ബീഡി, സിഗരറ്റ് ആ രൂപത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പം കേരളത്തിലും ഇന്ത്യയിലെയും ശരാശരി മാർക്കറ്റ് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മുടെ കേരളം എല്ലാ ആരോഗ്യ സൂചിക നിരക്കിലും മുന്നിലാണല്ലോ. അപ്പം ഈ അവയർനെസ് പ്രോഗ്രാംസിൻ്റെ സക്സസ്സാണ് അത് വെളിവാക്കുന്നത്. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടുബാക്കോ സ്മോക്കും. അപ്പം നമുക്ക് ഈ പുകയിലയിൽ 70-ൽ പരം കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് എന്ന് വെച്ചാൽ എല്ലാം കാർസിനോജനിക് അല്ല, പക്ഷേ അതിൽ മുക്കാൽ ഭാഗവും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽസാണ്. ഈ നമ്മൾ അറിയാം, നമുക്ക് ആയുസിൻ്റെ ദൈർഘ്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്നവർക്ക് ഒരു 10 വയസ്സ് ശരാശരി 10 വർഷം അവരുടെ ലോഞ്ചിവിറ്റി കുറവാണ് നോൺ സ്മോക്കേഴ്സിനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് നോക്കിയാൽ നമുക്ക് 15 തൊട്ട് 30% വരെ ഇൻക്രീസ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ നമ്മൾ കാണുന്നുണ്ട് പുകവലിക്കാരിൽ. അതിൽ കൂടുതലായിട്ട് നമുക്ക് ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്യാൻസർ, പിന്നെ രണ്ടാമത് നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പിന്നെ ഡിപ്രസീവ് ഇൽനെസ്, ഇതെല്ലാം നമുക്ക് പുകവലിക്കുന്നവരിൽ അധികമായിട്ട് ആണ് കണ്ടുവരുന്നത്. പിന്നെ നമ്മൾ ഓരോ ഓർഗൻസ് എടുത്ത്, ഓരോ അവയവങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്വാസകോശത്തെയും പിന്നെ നമുക്ക് ശ്വാസനാളങ്ങളെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖം സ്മോക്കിംഗ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രധാനമായിട്ട് അതിൻ്റെ മേജർ എറ്റിയോളജിക്കൽ ഫാക്ടർ സ്മോക്കിംഗ് ആണ്. അത് COPD ആണ്. നമുക്ക് മറ്റ് പല ഫാക്ടേഴ്സും, നമുക്ക് എൻവയറമെൻറ്റൽ പൊല്യൂഷൻ, അത് ഓക്യുപ്പേഷണൽ എക്സ്പോഷറൊക്കെ നമുക്ക് കോസ് പറയുന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ആണ് വൺ ഓഫ് ദ മേജർ റീസൺസ് ഫോർ COPD എന്നാണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് വെച്ചാൽ കാലക്രമേണ പുകവലിച്ച് ശ്വാസനാളം ചുരുങ്ങുന്ന അസുഖമാണ് COPD. അപ്പം ഇത് COPD കൂടാതെ നമുക്ക് ഈ പുകവലി ശ്വാസനാളങ്ങളിലെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയും അടിക്കടി ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുകയും വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയും പുകവലിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്ക് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. പുകവലിക്കുന്നവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. പല അസുഖങ്ങളും വരാനായിട്ട് ഈ പുകവലി ഒരു ഇൻഫെക്ഷസ് ഡിസീസൊക്കെ വരാനായിട്ട് വൺ ഓഫ് ദ റീസൺസ് ആണ്. പിന്നെ നമുക്ക് നമ്മൾ ഹാർട്ടിൽ സംബന്ധമായിട്ട്, കാർഡിയോവാസ്കുലർ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഈ മേജർ വെസൽസിലൊക്കെ നമുക്ക് അതെറോസ്ക്ലെറോസിസ് എന്ന് പറയില്ല, കൊളസ്ട്രോൾ കൊഴുപ്പടിയുന്ന, അത് നമുക്ക് സ്മോക്കിംഗ് അത് ഈ അതെറോസ്ക്ലെറോസിസിൻ്റെ ചാൻസസ് കൂടുകയും നമ്മളെ രക്തധമനികളിൽ കൊഴുപ്പ് അടിയുകയും അതുമൂലം ബ്ലോക്ക് വരികയും പിന്നെ മറ്റ് കോംപ്ലിക്കേഷൻസിൽ സ്ട്രോക്കും ബാക്കി കാലിലൊക്കെ നമുക്ക് രക്തഓട്ടം കുറഞ്ഞാലുള്ള പല രോഗങ്ങളും, ഇതെല്ലാം എല്ലാ അവയവങ്ങളിലോട്ടും ഓട്ടം കുറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പം അതൊക്കെ കൂടുതൽ ചാൻസസ് ഉണ്ട് സ്മോക്ക് ചെയ്യുന്നവരിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഡയബറ്റിസ് ഓൾമോസ്റ്റ് നമ്മുടെ കേരളം നമ്മൾ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഡയബറ്റീസിൻ്റെ ഇൻസിഡൻസ് വളരെ ഏറെ ആണെന്ന് നമുക്കറിയാം. ഡയബറ്റിസും വരാനായിട്ട് ഒരു പ്രധാന കാരണം സ്മോക്കിംഗ് ആണ്. ഒരു സ്മോക്കിംഗ് ഡയബറ്റിസ് പുറത്ത് കൊണ്ടുവരാനും ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ്. പിന്നെ മറ്റ് നമുക്ക് ഈവൻ ബോൺ ഹെൽത്ത് നോക്കിയാലും ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ വരാനായിട്ട് നല്ല റിസ്ക് ഉണ്ട് സ്മോക്കേഴ്സിൽ. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് മാനസിക ആരോഗ്യത്തെയും ആയിട്ട് സ്മോക്കിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്മോക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ കുറച്ച് സാധാരണ നമ്മൾ പോപ്പുലേഷനിൽ കാണുന്നതിനെക്കാട്ടി അധികമാണ്.
പിന്നെ പുകവലിക്കുന്ന ഗർഭിണികൾ അവരുടെ കുട്ടികൾക്ക് എപ്പോഴും ഒരു ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും. ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ലങ് പ്രോപ്പറായിട്ട് വളർച്ചയിൽ എത്തത്തില്ല. അവർക്ക് ഒരു ചുരുങ്ങിയ ശ്വാസകോശമായിട്ടായിരിക്കും അവർ മിക്കവാറും ജനിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് സ്മോക്ക് ചെയ്യുന്ന ഗർഭിണികൾക്ക് മിസ്കാരേജും പിന്നെ അബോഷൻസും ഇതെല്ലാം കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും വർജിക്കേണ്ട ഒരു ശീലം തന്നെയാണ് സ്മോക്കിംഗ്. ഈവൻ നമ്മുടെ പുകവലിക്കുന്നവർ ഈ സിഗരറ്റ് പാക്കറ്റ് വാങ്ങിക്കുന്നവരിൽ അതിൽ ഏത് ടൊബാക്കോ പ്രോഡക്ട്സ് ആയാലും അതിൻ്റെ പുറത്തെ ലേബലിൽ നമുക്ക് ഇറ്റ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാലും അത് വകവയ്ക്കാതെയാണ് എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും പുകവലി വർജിക്കണം എന്ന ഒരു ആഗ്രഹം ഉള്ള ഒരാൾക്ക് അസിസ്റ്റ് ചെയ്യാൻ പല മാർഗങ്ങളുമുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസും ഈവൻ വൈദ്യസഹായവും ഡോക്ടേഴ്സിൻ്റെ ടീമും ഒക്കെ ഉണ്ട്. നമുക്ക് സാധാരണ സ്മോക്കിംഗ് സെസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഡിസിഷൻ ആണെങ്കിലും ആ സ്മോക്ക് ചെയ്യുന്ന ആൾ ഒരു തീരുമാനം ാണെങ്കിലും അയാളെ ഒരു കളക്റ്റീവ് എഫേർട്ടായിരിക്കണം സ്മോക്കിംഗ് സെസേഷൻ. അയാൾക്ക് പിന്തുണ നൽകാൻ അയാളുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ അത് ഒരു ഫലവത്ത് ആയിട്ടൊരു കാര്യമാകുകയുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് ഈ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഉണ്ട് സ്മോക്കിംഗ് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന. ഇപ്പോൾ ഇത് പിന്നെ അല്ലാതെ ഈ നിക്കോട്ടിൻ സെസേഷൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പറ്റാത്തവർക്ക് ബാക്കി ഫാർമക്കോളജിക്കൽ ഡ്രഗ്സ് ഉണ്ട്. ബാരനിക്ലിൻ, ബ്യൂപ്രോപ്പിയോൺ, അങ്ങനെ കുറേ മരുന്നുകളുണ്ട്. അത് ഈ നിക്കോട്ടിൻ റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇത് എടുക്കുന്ന ആൾക്കാർ പുകവലിക്കുമ്പം അവർക്ക് അനിയന്ത്രിതമായി നമുക്ക് ഹാർട്ട് റേറ്റ് കൂടുകയും അങ്ങനെ വെപ്രാളമൊക്കെ വരികയും ചെയ്യും. അത് അവരെ നിർത്താൻ സ്മോക്കിംഗ് അവേർഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ മെഡിക്കേഷൻസ് എടുക്കുന്നത് ഒരു ഡോക്ടറെ ഒരു അഡ്വൈസോടുകൂടി നമുക്കൊരു പ്രോപ്പർ മോണിറ്ററിങ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ബേസിസിലായിട്ട് പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനിയുള്ള തലമുറ എങ്കിലും ഇങ്ങനെ ഉള്ള ദുശീലങ്ങളിൽ വീണ് പോകാതിരിക്കാനായിട്ടുള്ള അവെയർനെസ് പബ്ലിക്കിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് തിയേറ്ററിലൊക്കെ നമ്മൾ ഈവൻ സിനിമ കാണാൻ പോകുമ്പോഴും ആദ്യത്തെ അവർ റീൽസ് കാണിക്കുന്നത് നമ്മുടെ ടൊബാക്കോ സെസേഷനാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ശ്വാസകോശത്തെ പറ്റിയും പുകവലിയുടെ ദൂഷ്യഫലങ്ങളെയൊക്കെ പറ്റി പറയുന്നതാണ്. അതുകൊണ്ട് ഈവൻ കൊച്ചു കുട്ടികൾക്കൊക്കെ കുറച്ച് അവെയർനെസ് ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഈ സ്മോക്കിംഗ് സെസേഷൻ ഡേ അങ്ങനെ ഇൻ്റർനാഷണലി അക്ലെയിംഡ് ഡേയ്സ് ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടെ അവെയർനെസ് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം.